ഡിവൈഎഫ്ഐ നേതാവ് വി കെ സനോജ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി കെ സനോജ്, ഇന്നിപ്പോ ഹൈക്കോടതി പറയുന്നത് പ്രതിഭാഗത്തിന് കേൾക്കാനുള്ളത് കൂടി കേൾക്കണം, അതൊരു സ്വാഭാവികമായ നടപടിക്രമമാണ്, അതുവരെ അറസ്റ്റ് തടയുന്നു. അപ്പൊ ഹൈക്കോടതിയിലേക്ക് പോയാൽ ഒരുപക്ഷെ ഇതുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതുമാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇപ്പോൾ രാഹുലിന്റെ അഭിഭാഷകനുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറയുന്ന കാര്യം, രാഹുൽ ഒളിവിലല്ല, പോലീസ് നോട്ടീസ് കൊടുത്തില്ല, അതുകൊണ്ട് ഹാജരായില്ല. അഴിക്കുള്ളിൽ ഇട്ട് മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് എന്ത് തീരുമാനം എന്നുള്ളതാണ് പ്രതിഭാഗം ചോദിക്കുന്നത്. സനോജ്, അല്ല, രാഹുൽ ഒളിവിലാണുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? അപ്പൊ രാഹുലിന്റെ അഭിഭാഷകൻ പറയുന്നത് എന്താ അടിസ്ഥാനമുള്ളത്? രാഹുൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒളിവിൽ തന്നെയാണ്. പോലീസ് അയാളെ കസ്റ്റഡിയെടുക്കാൻ ആവശ്യമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ രാഹുലിന് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം, ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് കർണാടകയിലെ നേതൃത്വം ഉൾപ്പെടെ വലിയ സംരക്ഷണം കൊടുക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഉള്ള സംരക്ഷണം അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പൊ ഹൈക്കോടതി അന്തിമ വിധിയൊന്നുമല്ലോ പറഞ്ഞത്. ഹൈക്കോടതിയിൽ സ്വാഭാവികമായിട്ടും കടന്നിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഒരു അതിജീവിതയുടെ പരാതിയും അതുമായി ബന്ധപ്പെട്ട അറസ്റ്റാണ് ഇപ്പൊ തടഞ്ഞിട്ടുള്ളത്. അതിനുശേഷവും നിരവധി പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത്തരം പരാതികളിൽ പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരം പരാതികളുമായി മുന്നോട്ട് വന്ന അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഇതിൽ കൂടി അങ്ങനെ ആരും രക്ഷപ്പെടുമെന്ന് കരുതേണ്ടതില്ല. ശക്തമായ നിലയിൽ തന്നെ പോലീസ് വല വിരിച്ചിട്ടുണ്ട്. അയാളെ കസ്റ്റഡി എടുക്കുന്ന നില തന്നെ ഉണ്ടാവും. ഒരു കേസല്ല, നിരവധി കേസുകളുണ്ട്. ശരി, അതെ.